BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. KCB സെക്ഷൻ ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ നാട്ടുകാർ ദുരിതത്തിൽ. മഴയിലും കാറ്റിലും വൈദ്യുതി നഷ്ടപ്പെട്ടാൽ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ്. കഴിഞ്ഞ മഴയിൽ മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായിരുന്നു. 5 ദിവസമെടുത്താണ് മേഖലയിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. ഇതോടെ രോഗികളും പ്രായമായവരും ഉൾപ്പെടെ ദുരിതത്തിലായി. കൂത്താട്ടുകുളം നഗരസഭ, തിരുമാറാടി, ഇലഞ്ഞി, പാലക്കുഴ, പുറപ്പുഴ, വെളിയന്നൂർ, അരക്കുഴ, ഞീഴൂർ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി വലിയ മേഖല ഉൾപ്പെടുന്നതാണ് KCB കൂത്താട്ടുകുളം സ്റ്റേഷൻ ഓഫീസ്. മരങ്ങോലി, വിലങ്ങപ്പാറ, ആറൂർ, പണ്ടപ്പള്ളി, മാറിക, മുണ്ടുനട, താമരക്കാട്, ആത്താനി, ചോരക്കുഴി എന്നിവിടങ്ങളിലാണ് അതിർത്തി. ഏരിയയുടെ വിസ്തൃതിക്കനുസരിച്ച് ഓവർസിയർ 1, ലൈൻമാൻ 3, വർക്കേഴ്സ് 5 എന്നിങ്ങനെ ഇപ്പോൾ 9 ജീവനക്കാരുടെ കുറവുണ്ട്. AE 1, ഓവർസിയർ 5, ലൈൻമാൻ 9, വർക്കർ 1 എന്നിങ്ങനെയാണ് നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണം. ജോലിഭാരം കൂടുതലുള്ളതിനാൽ ഇവിടേക്ക് വരാൻ ജീവനക്കാർ വിമുഖത കാണിക്കുന്ന സ്ഥിതിയുമുണ്ട്. കനത്ത മഴയിൽ കഴിഞ്ഞ മെയ് 90, ജൂലൈ 70, ഓഗസ്റ്റ് 16 എന്നിങ്ങനെ പോസ്റ്റുകൾ ഒടിഞ്ഞു. ഒട്ടേറെയിടങ്ങളിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണു. ഇത്തരം സാഹചര്യത്തിൽ അപകടാവസ്ഥ ഒഴിവാക്കാൻ ഫീഡർ ഓഫ് ചെയ്യേണ്ടി വരുന്നതോടെ അതത് മേഖലയിൽ പൂർണ്ണമായും വൈദ്യുതി മുടങ്ങും. കൂത്താട്ടുകുളത്ത് നിന്ന് ഇലഞ്ഞിയിലെ പല മേഖലകളിലും എത്താൻ 17 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. ജീവനക്കാരുടെ കുറവ് കൂടിയാകുമ്പോൾ തകരാർ പരിഹരിക്കാൻ ദിവസങ്ങൾ എടുക്കുകയും ചെയ്യുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അനൂപ് ജേക്കബ് MLA ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് കത്ത് നൽകിയെങ്കിലും തുടർ നടപടി ഒന്നും തന്നെ ഉണ്ടായില്ല. വർഷക്കാലമായിട്ടും ജാതിമരങ്ങൾ ഉണങ്ങി നശിക്കുന്നതിൽ കർഷകർ ആശങ്കയിൽ. കായ്ഫലമുള്ള ജാതിമരങ്ങൾ പലയിടത്തും കൂട്ടത്തോടെ ഉണങ്ങിപ്പോവുകയാണ്. കേരള കർഷക സംഘം നെടുമ്പാശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മേക്കാട് അരീക്കൽ AK തോമസിന്റെ കായ്ഫലമുള്ള 10ഓളം ജാതിമരങ്ങൾ ഉണങ്ങി നിൽക്കുകയാണ്. ഇതുകൂടാതെ പഞ്ചായത്തിലെ പല പ്രദേശത്തും ഇത്തരത്തിൽ ജാതിക്ക് ഉണക്ക് ബാധിച്ചതായും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. പാറക്കടവ്, കുന്നൂക്കര, ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തുകളിലും സമാന രീതിയിൽ ജാതിമരങ്ങൾ ഉണങ്ങുന്ന അവസ്ഥയുണ്ട്. നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ മേക്കാട്, ചെറിയ വാപ്പാലശ്ശേരി ഭാഗങ്ങളിലും പാറക്കടവ് പഞ്ചായത്തിലെ മാമ്പ്ര, പാറക്കടവ് പ്രദേശങ്ങളിലുമാണ് ഇത്തരത്തിൽ വ്യാപകമായി ജാതിമരങ്ങൾ ഉണങ്ങി നശിക്കുന്നത്. ജാതി കർഷകരുടെ ആശങ്ക അകറ്റാൻ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധർ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇതിന് പരിഹാരം കാണണമെന്ന് കേരള കർഷക സംഘം ജില്ലാ സമിതി അംഗം PV തോമസ് ആവശ്യപ്പെട്ടു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി നഗരത്തിലെ പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ തന്നെ പ്രയോജനപ്പെടുത്തുകയെന്ന വ്യത്യസ്ത ചിന്തയിലാണ് കൊച്ചി കേന്ദ്രമായ കാർബൺ ആൻഡ് വെയിൽ എന്ന സ്റ്റാർട്ടപ്പിന്റെ പ്രവർത്തനം. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഉപയോഗപ്രദവും പുനരുപയോഗിക്കാവുന്നതുമായ വസ്തുക്കൾ നിർമ്മിച്ച് കൊച്ചിയെ മിനുക്കിയെടുക്കുകയെന്ന പണി കാർബൺ ആൻഡ് വെയിൽ തുടങ്ങിയിട്ടും അധികകാലമായിട്ടില്ല. എന്നാൽ ഇതിനകം 2112 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് മനോഹരമായ ഇരിപ്പിടങ്ങൾ ഇവർ തയ്യാറാക്കി. കൊച്ചി മെട്രോയുടെ 16 സ്റ്റേഷനുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് 10 വീതം ബെഞ്ചുകൾ നിർമ്മിച്ചത് ഈ സ്റ്റാർട്ടപ്പാണ്. ആകെ 160 ഇരിപ്പിടങ്ങൾ. പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ച രാജ്യത്തെ ആദ്യ മെട്രോയും കൊച്ചി മെട്രോയാണ്. CSMLന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര മൈതാനത്തും ഇവർ നിർമ്മിച്ച ഇരിപ്പിടങ്ങളുണ്ട്. തിരുവനന്തപുരം ലുലു മാളിൽ ഇവർ സ്ഥാപിച്ച ഇരിപ്പിടങ്ങൾ പിറന്നതും കൊച്ചിയിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നാണ്. 500 കിലോഗ്രാം മാലിന്യത്തിൽ നിന്നാണ് ഇവിടെ പ്രീമിയം ഗുണമേന്മയിലുള്ള 10 പ്ലാസ്റ്റിക് ബെഞ്ചുകൾ സ്ഥാപിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് നിർമ്മിച്ച ബെഞ്ചുകൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ മാളും ഇതുതന്നെ. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന ഏജൻസികളിൽ നിന്ന് കിലോഗ്രാമിന് 8 മുതൽ 12 രൂപ നിരക്കിൽ വാങ്ങി ഇവർ സ്വന്തമായി റീസൈക്കിൾ ചെയ്യുകയാണ്. ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിനനുസരിച്ചാണ് ഏതുതരം പ്ലാസ്റ്റിക് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇരിപ്പിടങ്ങളുടെ ഡിസൈൻ തയ്യാറാക്കുന്നതും ഇവർ തന്നെ. 2022 സ്ഥാപിച്ച സ്റ്റാർട്ടപ്പിന് പിന്നിൽ AK സിദ്ധാർത്ഥ്, സൂരജ് വർമ്മ, ആൽവിൻ ജോർജ്, അനന്ത പത്മനാഭൻ, നീന മേനോൻ എന്നിവരാണ്. വൈകാതെ ബംഗളൂരു ലുലു മാളിലും പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തെടുക്കുന്ന ബെഞ്ചുകളെത്തും. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഇന്റർലോക്ക് കട്ടകളും നിർമ്മിക്കുന്നുണ്ട്. ഏലൂരിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോകെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് സ്റ്റാർട്ടപ്പ് പ്രവർത്തിക്കുന്നത്.
കൂടുതൽ വിവരങ്ങൾക്ക് 89 21 88 34 50. നമ്പർ ഒരിക്കൽ കൂടി 8921 88 34 50. മണൽ വാരിയതിന് വടക്കേക്കര പോലീസ് പിടികൂടിയ 2 വഞ്ചികളിൽ ഒരെണ്ണം കടത്തിക്കൊണ്ടുപോയി. തൊണ്ടി മുതൽ കടത്തിയ വിവരം അറിയിച്ചിട്ടും പോലീസിന്റെ ഇടപെടൽ വൈകിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. വാമക്കാട് സ്വദേശിയുടെ വഞ്ചികൾ 20 പുലർച്ചെയാണ് പോലീസ് പിടികൂടിയത്. തുടർന്ന് ഗോതുരത്ത് പള്ളിക്കടവിൽ കെട്ടിയിട്ടു. മണൽ വാരൽ ഉപയോഗിച്ച പണി ഉപകരണങ്ങളും വഞ്ചികളിൽ വെച്ചിരുന്നു. പിടികൂടിയ 2 വഞ്ചികളും നല്ല വഞ്ചികളായിരുന്നു. എന്നാൽ അന്ന് രാത്രി തന്നെ അതിലൊരു വഞ്ചിയും പണി ഉപകരണങ്ങളും കടത്തിക്കൊണ്ടു പോവുകയും പകരം പൊട്ടിപ്പൊളിഞ്ഞ മറ്റൊരു വഞ്ചി കൊണ്ടുവന്നിടുകയും ചെയ്തെന്ന വിവരം ഞായറാഴ്ച രാവിലെ അറിയിച്ചിട്ടും പോലീസ് വരാൻ കൂട്ടാക്കിയില്ലെന്നും ആലുവ SP ഓഫീസിലും സ്പെഷ്യൽ ബ്രാഞ്ചിലും അറിയിച്ചതിനെ തുടർന്നാണ് അന്ന് വൈകിട്ട് പോലീസ് എത്തിയതെന്നും നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. കേരളത്തിൽ പലയിടത്തും മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 29-ാം തീയതി നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.polyadmission.org എന്ന സൈറ്റ് സന്ദർശിക്കുക. സൈറ്റ് ഒരിക്കൽ കൂടി www.polyadmission.org. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.